വിളർച്ചയ്ക്കും കാഴ്ചയ്ക്കും മുടികൊഴിച്ചിലിനും എല്ലാത്തിനും ഇതാ ഒരു പരിഹാരം. സൂപ്പർ ഫുഡ് പൗഡർ. ഇതിൻ്റെ പൊടി കേട്ടോ, നല്ല പോലെ പൊടിഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതെന്താണ് അറിയോ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ പലരും വെറുതെ കളയുന്നത്, പക്ഷെ പലരും വളരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കുരു ഉണക്കി പൊടിച്ചതാണ്. മില്ലിലൊന്നും കൊണ്ടുപോകാണ്ട് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേക മെത്തേഡൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് ആർക്കും വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക. ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡിലാണ് നിങ്ങൾ ഉണക്കിയെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടിപ്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ട്. എല്ലാവരും കുറേ എല്ലാം ഉപയോഗിക്കും, കുറേ എല്ലാം കളയും കേട്ടോ. അപ്പം നമുക്കിത് വെച്ച് അടിപൊളി പല ഐറ്റംസ് ഉണ്ടാക്കും. 1, 2, 10 അല്ല കേട്ടോ. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊക്കെ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാമല്ലോ. ചക്കക്കുരു എല്ലാം ഇതാ നല്ല പോലെ കഴുകി ഞാനൊന്ന് ഉണക്കിയെടുത്താ കേട്ടോ. ഇനി പൊട്ടിയതൊന്നും വേണ്ട, അല്ലാതെ നല്ല മുഴുവനോടുള്ളത് എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ഒരക്കല്ലെടുത്ത് കമിഴ്ത്തി വെക്കുക കേട്ടോ. കമിഴ്ത്തി വെക്കണം എന്തിനാ വെച്ചാൽ അതിൻ്റെ മേലെ വെച്ച് കുത്തിച്ചതിക്കാൽ പെട്ടെന്ന് നമുക്ക് തട്ടിയിടാമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് ഇത് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഡ്രയർ വേണം. ഞാൻ ചെയ്തിട്ട് കുറച്ചായി, നല്ല വെയിലത്താണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ കുത്തിയെടുത്ത എല്ലാം വെയിലത്ത് ഇതുപോലെ ഒരു പായ വിരിച്ചിട്ട് അതിലിട്ട് ഉണക്കിയെടുക്കണം. ഒരു 2-3 ദിവസം ഉണക്കണം കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരമായി. അപ്പം ഏകദേശം എല്ലാം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അതെല്ലാം അതുപോലെ തന്നെ തോടോടുകൂടി കളക്ട് ചെയ്ത് അകത്ത് കൊണ്ടുവെക്കുക. പിറ്റേ ദിവസം വീണ്ടും പുറത്തിട്ട് ഉണക്കുക. പിറ്റേ ദിവസം ഞാൻ തുണിയിലിട്ടത് കേട്ടോ. കാരണം എന്താ പറയുക, ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പായ കൂടെ പുറത്ത് പോകില്ല. പൊടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊടിഞ്ഞ പൊടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ അതാ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഞെക്കിയിട്ട് അതിൻ്റെ തോല്, പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ തോലില്ല, അതൊക്കെ ചേർത്ത് പോക്കുക. എന്നിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണേ. അത് പോക്കിയിട്ട് ഇപ്പം എല്ലാം പോക്കി കഴിഞ്ഞു. ഇനി ഇതാ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസമാണ് ഒന്നുകൂടെ തുണിയിലിട്ട് വെയിൽ കൊള്ളിക്കുക എല്ലാം. അപ്പോൾ വെയിൽ കൊണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ആദ്യം ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടി അങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വലുതൊക്കെ ഇതുപോലെ ഒന്ന് ഞെക്കി പൊടിച്ച് കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം അമർത്തിയാൽ കുറച്ച് പൊടിയാണ്ട് വിട്ട് നിൽക്കണതുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് അടർന്നു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇവിടെ എല്ലാം പാറിയിട്ടുണ്ട്. പൊടി ഒന്ന് തട്ടിക്കൊടുക്കും. ഇങ്ങനെ നല്ല പോലെ തരിച്ചെടുക്കുക കേട്ടോ. ഇത് പത്തിരീൻ്റെ തരിപ്പയാണ്, പുട്ടിൻ്റെ അല്ല. അപ്പം നമുക്ക് അരിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും. ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. അപ്പം ഇതാ ഈ തരി ഇട്ടു. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനത്തെ വലിയ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇടരുത്, നിങ്ങളെ മിക്സി പോയി പോകും. പിന്നെ എന്നെ പറയരുത്. ഇതുപോലെ കുറച്ചിട്ടിട്ട് ആദ്യം 2-3 പ്രാവശ്യം ഒന്ന് പൾസ്. നമുക്കിതാ
ഇതാ മുഴുവനും ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത് നോക്ക്, ഇതാണ് ഇതിൻ്റെ പൊടി. ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇത് ഇത്രയും തരിയാണ്. ഇത് ഇനിയും പൊടിയോ കേട്ടോ. പക്ഷെ ഞാനിത് ആദ്യം പൊടി വറുത്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ്. ഇതാ നല്ലോണം കൈവെക്കാതെ ഇറക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഇതാ ഒരു 3-4 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാൻ വേറൊരു പാത്രത്തിലിട്ട് പരത്തി വെക്കണം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കുക. ഒരുപാട് കാലമൊന്നും നിൽക്കുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആവശ്യത്തിന് പുട്ടിൻ്റെ കൂടിയോ പത്തിരീൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ കുറച്ച് ഇത് എടുക്കുക. കുറച്ച് നമ്മൾ അരിപ്പൊടിയോ ചപ്പാത്തിപ്പൊടിയോ എന്താ എടുക്കണമെന്ന് വെച്ചാൽ അതും കൂടി എടുക്കുക കേട്ടോ. ഇതാ നമ്മൾ തണുക്കാൻ വെച്ച പൊടി നല്ല പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. നമുക്കിത് പുട്ട് ചുടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കൂട്ടാം, പത്തിരിക്ക് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, എന്തിനു വേണമെങ്കിലും അതിൻ്റെ കൂടെ കുറേശ്ശെ കൂട്ടണം. വേറെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ വേണം കേട്ടോ. ഇത് മാത്രമായിട്ടായാലും ശരിയാവുമെന്ന് അറിയില്ല. വേണമെങ്കിൽ ഞാൻ ചുട്ടിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിലാക്കി വെക്കട്ടെ. ഇതുപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.